ഹലോ, എല്ലാവർക്കും ചാരി എസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 2006 മോഡലായിട്ടുള്ളൊരു ഓൾട്ടോ ആണ്. ഈ ഒരു വാഹനത്തിന് കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഐഡിൽ ടൈമിൽ നിൽക്കുന്ന സമയത്ത് RPM വേരിയേഷൻ ആവുകയാണ്. ആ ഒരു കണക്കിന് നമ്മൾ വാഹനം എടുത്ത് ഓടിക്കുന്ന സമയത്ത്, അതായത് സ്ലോ ആയിട്ട് പോകുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ് ആട്ടോ. ഫുൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ആ ഒരു കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ വാഹനത്തിൻ്റെ ഉൾവശം നോക്കുന്ന സമയത്ത് വളരെ നീറ്റായിട്ടാണ് ഈ ഒരു വാഹനം ഈ ഒരു കസ്റ്റമർ കൊണ്ട് നടക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ ഒരു വാഹനം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ, ഈ ഒരു രീതിക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇഞ്ചൻ ഓയിൽ മൊത്തം ലീക്കായി കിടക്കുന്നുണ്ട്. അതിൻ്റെ വാൽവ് പാക്കിങ് ലീക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ RPM വേരിയേഷനും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു 20-30 ആക്സിലേറ്റർ പതുക്കെ കൊടുത്ത് പോകുന്ന സമയത്ത് വണ്ടി വല്ലാത്തൊരു മിസ്സിങ് വരുന്നുണ്ട് കേട്ടോ. RPM കറക്റ്റായിട്ട് നമ്മൾക്ക് കിട്ടുന്നില്ല. അതേസമയം ഫുള്ളായിട്ട് ഏകദേശം ഒരു 60-70 കിലോമീറ്റർ നമ്മൾ ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലൈൻറ്റ് ഇല്ല. ഈ ഒരു കണക്കിന് പോകുമ്പോൾ കംപ്ലൈൻറ്റ് കാണുന്നില്ല. പതുക്കെ പോകുമ്പോഴാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കാനുള്ളത്. എന്തായാലും നേരെ ഷോപ്പിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ഒന്നും വലിയ കുഴപ്പം കാണാനില്ല. ഇതിന് നമ്മൾക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതിയാവും. എൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മളൊരു 3 എണ്ണം അഴിച്ചു കേട്ടോ. ഇത് പുതിയതാണേ, പഴയത് നമ്മൾക്ക് കാണാം. അതിൻ്റെ ടിപ്പ് ഏകദേശം തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 പ്ലഗും കൂടി നമ്മൾക്ക് മാറ്റാം. പിന്നെ നമ്മൾക്കിതിൻ്റെ അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ത്രോട്ടിൽ ബോഡിയാണ്. ആ ഒരു ത്രോട്ടിൽ ബോഡി നമുക്ക് അഴിച്ചെടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ്ട ഇതിൻ്റെ വാൾവെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ നോക്കുന്ന സമയത്തേ അതിലൊരു TP സെൻസറിൻ്റെ ഒരു ഭാഗത്തൊരു ക്ലാവ് കണ്ടോ, വെള്ളം എങ്ങനെയോ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ക്ലാവ്. അതും കൂടി നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു വാൽക്കർ പാക്കിംഗ് ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് മാറ്റാം. ഓയിലിലേക്ക് നല്ല പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 സൈഡ് ചെറുതായിട്ട് പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടോ ചെറുതായിട്ടൊരു ഇഞ്ചൻ വൈബ്രേഷൻ. ഇതിൻ്റെ മൗണ്ടിങ് പോയിട്ടുണ്ട്, 2 മൗണ്ടിങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു അതിപ്പോൾ തൽക്കാലം മാറ്റണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് അവിടെ നിർത്തി. അപ്പോൾ ഈ ഒരു ബെൽറ്റൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നു, അതെല്ലാം ടൈറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. മിസ്സിങ് നിന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാം എൻ്റെ RPM വേരിയേഷൻ. ഇനി ഈ ഒരു വാഹനം നമുക്ക് ഓടിച്ച് നോക്കാം. ഏകദേശം ഒരു 20-25-30 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്തുള്ള മിസ്സിങ് എല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട്. ആക്സിലേറ്റർ നല്ലപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പവർ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഓൾട്ടോൻ്റെ. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ എടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചൻ ഓയിൽ ഫിൽറ്റർ, അതേപോലെ തന്നെ 4 വീല് ബ്രേക്ക് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ത്രോട്ടിലൂടെ വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് 2 സൈഡ് ഡോർ പേഡുകളെല്ലാം സൗണ്ടായിരുന്നു, അതെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും. അലൈൻമെൻ്റ് അടക്കം ചെയ്തു, വാഷിങ്ങും. ഈ എല്ലാ വർക്കും കൂടിയിട്ട് നമുക്ക് ചെയ്തിട്ട് എമൗണ്ട് ആയിരിക്കുന്നത് എത്രയാണെന്നറിയോ? 4800 രൂപയായിരിക്കണം കേട്ടോ, പ്ലസ് ടാക്സും കൂടെ ചേർത്തിട്ട്. അപ്പോൾ വളരെ ലേബറും അതേപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ 1 വർഷത്തേക്ക് കസ്റ്റമറിന് ഇനി നോക്കണ്ട. ഓയിൽ ഇനി 10,000 കിലോമീറ്റർ ഇല്ലെങ്കിൽ 1 വർഷം, അതിൻ്റെ ഉള്ളിൽ വരെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു വണ്ടി ഓടിച്ച് നടക്കാം. ഇതുവരെ വല്ല ചെറിയ വർക്കുകൾ ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.